പത്തനംതിട്ട കലഞ്ഞൂരിൽ രോഗിയുമായി പോയ ആംബുലൻസും KSRTC ബസ്സും കൂട്ടിയിടിച്ച അപകടം. ഇരു വാഹനങ്ങളിലും ഉണ്ടായിരുന്ന 8 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പത്തനാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുകയായിരുന്നു ആംബുലൻസ്. പത്തനംതിട്ടയിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സുമായി രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. കലഞ്ഞൂർ ഭാഗത്ത് സ്ഥിരം അപകട മേഖലയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ വെച്ചായിരുന്നു കൂട്ടിയിടിച്ച് വലിയ രീതിയിലുള്ള അപകടമുണ്ടായത്. ആംബുലൻസിന്റെ മുൻഭാഗം മുഴുവൻ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആംബുലൻസ് സ്ഥലത്ത് നിന്നും ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി. KSRTC ബസ്സും ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ്. മുഴുവൻ 8 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇവരെ മുഴുവൻ പത്തനാപുരത്തെ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. KSRTC ബസ്സിലുണ്ടായിരുന്ന 6 പേർക്കും ഒപ്പം ആംബുലൻസിലെ ഡ്രൈവർ ഉൾപ്പെടെ 2 പേർക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. രോഗി തെറിച്ച് റോഡിലേക്ക് വീണു എന്ന ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഒപ്പം വലിയ രീതിയിൽ പരിക്കേറ്റ ഡ്രൈവർ, 2 വാഹനങ്ങളുടെയും ഡ്രൈവർമാരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ സംഭവത്തിന്റെ ഒരു ദൃക്സാക്ഷി ചേർന്നുണ്ട്. എന്തായിരുന്നു ആ സമയത്ത് സംഭവിച്ചത്? സംഭവം ഇവിടെ വെച്ചാണ് ഇടി നടക്കുന്നത്. ആംബുലൻസ് അവിടുന്ന് വരുമായിരുന്നു. KSRTC നമ്മൾ പത്താണ്ടയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ വരുന്ന ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ തന്നെ സ്കിഡായിട്ട്, മഴയൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് സ്കിഡായിട്ട് ചിലപ്പം 2 വണ്ടിയും കിട്ടിക്കാണത്തില്ല. ഈ വണ്ടിയുടെ സൈഡ് ഇടിച്ചിട്ട് 2ഉം തെന്നിപ്പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഇടിയുടെ ആഘാതത്തിൽ പുറകിരുന്ന രോഗിയുടെ കൂടെ ഇരുന്ന സ്ത്രീ ആംബുലൻസിൽ നിന്ന് തെറിച്ച് പുറത്തോട്ട് വീഴുന്ന കണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് ആംബുലൻസ് അങ്ങോട്ട് മാറ്റിയിട്ടത്. ഇതിനകത്തൊരു മൊത്തത്തിൽ 9 പേരുണ്ടാവും. 6 പേര് ഇതിനകത്തുണ്ടാവും. ഒരു മിലിറ്ററിക്കാരൻ ഉൾപ്പെടെ ഉണ്ട്. ആൾക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പോയി. ബാക്കിയുള്ളവരെല്ലാം നമ്മൾ EMS ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയേക്കുന്നത്. ഇവിടുന്ന് വണ്ടി കയറ്റി വിട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും നില ഗുരുതരമൊന്നുമല്ല. എല്ലാവർക്കും ഇവിടെ മൂക്കിനും പിന്നെ അതേപോലെ താടിയുടെ എവിടെയും പിന്നെ അതേപോലെ കിരീയത്തിൻ്റെ എവിടെയൊക്കെയാണ് പരിക്ക് വന്നേക്കുന്നത്. ഇതിനകത്ത് ചെറിയൊരു ഗുരുതരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആംബുലൻസ് ഡ്രൈവറിനാണ്. പിന്നെ ഫ്രാക്ചർ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എടുത്തപ്പം കാലിൻ്റെ ആ ഒരു രീതി കണ്ടിട്ട്. പിന്നെ ഈ ഒരു ഡ്രൈവറിന് ബാക്കി വേറെ ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. രോഗിയുടെ അവസ്ഥ കുഴപ്പമില്ല? ഇല്ല, രോഗിയുടെ ഞാൻ കണ്ടത് രോഗി കിടന്നു കൊണ്ടുപോയ രോഗിയെ നമ്മൾ നോക്കിയപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ മുറിവ് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ബ്ലീഡിങ്ങും അത്രേ ഉള്ളൂ. പിന്നെ വേറെ അല്ലാതെ കണ്ടിട്ടില്ല. നമുക്ക് എടുക്കുമ്പോൾ അറിയാമല്ലോ, ഇവരെ നമുക്ക് സ്ട്രക്ചറിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും അപകട കാരണം എന്താണെന്നാണ് ഒരു കാരണം. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു നാട്ടുകാരനായതുകൊണ്ട് പറയുകയാണ്, ഇവിടെ സ്ഥിരമായിട്ടും ആക്സിഡന്റ് നടക്കുന്ന ഒരു ഏരിയയാണ്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ കുട്ടികളും ഇവിടെ സ്കൂളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ ഒരു ചെയ്തേക്കുന്ന അനാസ്ഥയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കണ്ടിന്യൂ ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. ഒരു വണ്ടിയോ 2 വണ്ടിയോ ആക്സിഡൻ്റ് ആകുമ്പോൾ നമുക്ക് പറയാം ആ ഒരു ഡ്രൈവറിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കാമെന്ന് പറയും. ഇത് കണ്ടിന്യൂ ആക്സിഡൻറ്റ് നടക്കുകയാണ് ഈ റോഡിൽ തന്നെ. കഴിഞ്ഞ തവണ കണ്ട ഈ ഒരു ഗ്രില്ല് ഉൾപ്പെടെ അകത്തോട്ട് ഇടിച്ചാൽ എന്തോ ഒരു ഭാഗ്യത്താൽ കുട്ടികളൊന്നും ഇല്ലാതെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേറെ പ്രശ്നം KSRTCയിലെ 6ഓളം യാത്രക്കാർ ഒഴികെ ബാക്കിയുള്ള ആളുകൾക്കൊന്നും വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ ദൃക്സാക്ഷികൾ പറയുന്നത്. ഉടൻ തന്നെ ബസ്സിലുണ്ടായിരുന്ന ആളുകളെ പോലീസും നാട്ടുകാരും ചേർന്ന് പുറത്തേക്ക് ഇറക്കി മാറ്റുകയായിരുന്നു. സ്ഥിരം അപകട മേഖലയാണ് ഇത് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. സ്ഥിരമായി അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും ആരോപിക്കുന്ന കാര്യം. ഉടൻ തന്നെ ഇവിടുന്ന് ആളുകളെല്ലാം മാറ്റാൻ സാധിച്ചോ ബസ്സിൽ നിന്ന്? നമ്മുടെ കലഞ്ഞൂരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അപകട മേഖലയായി മാറിയിരിക്കുകയാണ് കലഞ്ഞൂർ ഹൈസ്കൂളിന് മുൻവശം. ഈ KSTP റോഡ് വികസനത്തിന് ശേഷം അന്ന് മുതലൊരു തുടർക്കഥയായിട്ട് മാറിയിരിക്കുക. നമ്മളെ പഞ്ചായത്തിൻ്റെ തലത്തിൽ നമ്മൾ പലതരത്തിലുള്ള അവർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. KSTPക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. സിഗ്നൽ ലൈറ്റ് ഇല്ല, ഒരു ബ്രേക്കർ ഇവിടെ വെച്ചിട്ടില്ല. അപ്പം പലതരത്തിലും പരിശോധിച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ വളവും ഈ സ്കൂളിൻ്റെ സ്ഥിതിയും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അപകടം ഉണ്ടാകുന്നതിന് പ്രധാന കാരണം റോഡിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ്. കഴിഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ തുടർക്കഥയായിട്ടാണ് ഇവിടുത്തെ അപകടം ഉണ്ടാകുന്നത്. ഇപ്പോൾ ആംബുലൻസ് വന്ന രോഗിയുമായിട്ട് വന്ന ആംബുലൻസും ഈ ബസ്സുമായിട്ടാണ് കൂട്ടിയിടിച്ച് വലിയ അപകടം ഉണ്ടായത്. ഭാഗ്യവശാൽ ഡ്രൈവർക്ക് മാത്രം അല്പം ഗുരുതരമായിട്ടുള്ള അവസ്ഥയുണ്ട് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കും സാരമായിട്ടുള്ള മുറിവുകളും സംഭവിച്ചിട്ടുണ്ട്. ഈ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിവാകാൻ കാരണമെന്നാണ് നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാം പറയുന്നത്. അതിനൊരു പരിഹാരമാണ് ഇവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്.